SIR-ന് ശേഷം ആദ്യം നടക്കുന്ന തെരഞ്ഞെടുപ്പാണ് കേരളത്തിൽ. ഫെബ്രുവരി അവസാനം അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. ഈ അന്തിമ വോട്ടർ പട്ടികയ്ക്കൊന്നും വലിയ കാര്യമില്ല എന്നാണ് ഇതിനു മുൻപ് തെരഞ്ഞെടുപ്പ് നടന്ന പല സംസ്ഥാനങ്ങളുടെയും റിസൾട്ടുകൾ, അതിനെതിരായിട്ട് ഉയർന്ന വിമർശനങ്ങൾ, കണക്കുകൾ വെച്ചുകൊണ്ട് തന്നെയുള്ള കംപ്ലൈൻറ്റുകളൊക്കെ വ്യക്തമാക്കുന്നത്. ബീഹാറിൽ 65 ലക്ഷം പേരെയാണ് ഒഴിവാക്കിയത്. 15 ലക്ഷം പേരെ പുതുതായിട്ട് ചേർത്തു. മധ്യപ്രദേശിൽ 2023 തെരഞ്ഞെടുപ്പ് നടന്നത്. ജനുവരി മുതൽ ഓഗസ്റ്റ് വരെ 4,60,000 പേരെ ചേർത്തു. ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെ 16,500,000 പേരെ ചേർത്തു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെയും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടുള്ള 15,000-ഓളം കംപ്ലൈൻറ്റുകൾ അതിനെതിരെ വന്നിരുന്നു. ഒന്നുപോലും പരിഗണിച്ചില്ല. ഡിസംബർ 3 ആയിരുന്നു റിസൾട്ട് പ്രഖ്യാപിക്കണം. അതിനു മുൻപെങ്കിലും കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് എന്ന് പറഞ്ഞു. ഒന്നുപോലും പരിഗണിച്ചില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ഈ പ്രഖ്യാപനം നടത്തുമ്പോൾ 24.08 ലക്ഷം പേരെയാണ് മൊത്തം ആദ്യത്തെ ഇതിൽ നിന്ന് തന്നെ ഒഴിവാക്കിയത്. പിന്നെ കുറച്ചൊക്കെ ആളുകളെ ചേർക്കുകയൊക്കെ ചെയ്തിരുന്നു. ഇപ്പോൾ അന്തിമ വോട്ടർ പട്ടികയാണ് ഈ 2,69,53,644 പേരാണ് കേരളത്തിലെ വോട്ടർമാരെന്ന് പറയുന്ന ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. മാർച്ച് 15 വരെ ഇപ്പോൾ ഇവിടെ വലിയ കംപ്ലൈൻറ്റുകൾ ഈ മറ്റ് പല സംസ്ഥാനങ്ങളിലും നടന്ന മാൽ പ്രാക്ടീസിൻ്റെ വിഷയമൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചിരിക്കുന്നത് മാർച്ച് 15 വരെ അപേക്ഷിച്ചവരെ മാത്രമേ ഞങ്ങൾ പരിഗണിക്കുക, അല്ലാത്തവരെ ചേർക്കില്ല എന്നാണ്. പക്ഷേ ഈ മാർച്ച് 15 വരെ എത്ര പേരെ അപേക്ഷിച്ചു എന്നുള്ള കാര്യം അതും മുൻകാല അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് പോലും ലഭ്യമല്ലാത്ത കണക്കുകളായി അവർ വോട്ട് ചെയ്യാൻ വരുന്ന സമയത്തായിരിക്കും വരുന്നത്. 24 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ 11 അസംബ്ലി മണ്ഡലങ്ങളിൽ BJP ഒന്നാം സ്ഥാനത്ത് വന്നിരുന്നു. അതിൽ 6 അസംബ്ലി മണ്ഡലം തൃശ്ശൂരും 5 തിരുവനന്തപുരത്താണ്. രണ്ടാം സ്ഥാനത്ത് അവർ 9 സ്ഥലത്ത് വന്നിരുന്നു. 24.08 ലക്ഷം വോട്ടർമാരെ മാറ്റിയതിൽ നല്ലൊരു ശതമാനവും ഈ 20 അസംബ്ലി മണ്ഡലത്തിൽ നിന്നാണ് മാറ്റിയിരിക്കുന്നത്. മാറ്റി കണക്കിപ്പോൾ നമുക്ക് ലഭ്യമാണ്. പുതുതായി എത്ര ചേർക്കും എന്ന് ആന്ധ്രയിലും മധ്യപ്രദേശിലും ബീഹാറിലും ഒക്കെ നടന്ന അനുഭവങ്ങൾ നമ്മൾ മുന്നിലുള്ളത് കൊണ്ട് നമുക്കൊരു പിടി കിട്ടില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ശാസ്താമംഗലം വാർഡിൽ തന്നെ ചില കുടുംബങ്ങൾ വന്നിട്ട് മാധ്യമങ്ങളുടെ മുന്നിൽ പറഞ്ഞു, ഞങ്ങളറിയാതെ ഞങ്ങളുടെ വീട്ടിൽ ചില ആളുകളെ ചേർത്തിട്ടുണ്ട്. തൃശ്ശൂർ 25,000 ചില്ലാനം ആളുകളെ ഒഴിവാക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ 24,492 പേരെ ഒഴിവാക്കി 1,19,000 പേരെ ചേർത്തിരുന്നു. ആ ആളുകളൊക്കെ തദ്ദേശ തെരഞ്ഞെടുപ്പായി കഴിഞ്ഞപ്പോൾ പല സ്ഥലത്തേക്കും പോയി. ഇപ്പോൾ സുരേഷ് ഗോപിയുടെ വോട്ട് ഗുരുവായൂരാണ്. അപ്പോൾ ഗോപാലകൃഷ്ണൻ്റെ പ്രഖ്യാപനമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഇവിടെ ഒരു വീടുണ്ട്, അതുകൊണ്ട് എൻ്റെ വോട്ട് അവിടെയാണെന്നാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കാണേണ്ടത് അവസാനത്തെ ഒരു കണക്കിൽ 1.5 ലക്ഷത്തോളം വോട്ടുകൾ തിരുവനന്തപുരത്ത് മാത്രം ഡിലീറ്റ് ചെയ്തിരിക്കുന്ന 1.5 ലക്ഷത്തോളം വോട്ടുകളാണ്. അപ്പോൾ അതിൽ തൃശ്ശൂർ 29,452 പേരാണ് ഡിലീറ്റ് ചെയ്തിരിക്കുന്നത്. എത്ര പേരെ അതിൽ ചേർത്ത് കാണുമെന്ന് നമുക്കൊരു പിടിയില്ല. ഒല്ലൂർ മണ്ഡലം 27,423 പേരാണ്. നാട്ടിക 16,593 ഇരിങ്ങാലക്കുട 13,894 പേരാണ്. പുതുക്കാട് 14,066 തിരുവനന്തപുരത്തേക്ക് വന്ന തിരുവനന്തപുരം സെൻറ്ററിൽ അത് ഒന്നാം സ്ഥാനത്തൊന്നും BJP എത്തിയിരുന്നില്ല. പക്ഷേ അതല്ലാതെ തന്നെ കരട് വോട്ടർ പട്ടിക വരുമ്പോൾ 58,000 ഇപ്പോൾ അത് ഒന്ന് കുറഞ്ഞിട്ട് ഒറിജിനൽ പട്ടിക വന്നു കഴിഞ്ഞപ്പോൾ 47,447 വോട്ടർമാരെയാണ് ഇവിടെ തിരുവനന്തപുരം സെൻറ്ററിൽ ഒഴിവാക്കിയിരിക്കുന്നത്. വട്ടിയൂർക്കാവിൽ 42,580 പേരാണ്. നേമത്ത് 38,063 പേരാണ്. കഴക്കൂട്ടത്ത് 32,769. കേരളത്തിൽ അവസാനം വന്നപ്പോൾ 8.47 ലക്ഷമാണ് പിന്നെ ഒഴിവാക്കിയത്. അതിൽ 1.5 ലക്ഷം തിരുവനന്തപുരത്താണ്. അപ്പോൾ BJP ഇപ്പോൾ ഞങ്ങൾ ഇത്ര സീറ്റ് പിടിച്ച് അവിടെ ഞങ്ങൾ ജയിക്കുമെന്നൊക്കെ പറയുന്നത് ഒരു സംസ്ഥാനത്തും 2019-ലും 2024-ലും ബീഹാറിലും ആന്ധ്രയിലും മധ്യപ്രദേശിലും മഹാരാഷ്ട്രയിലും ഹരിയാനയിലും ഒക്കെ അവർ നടത്തിയിരിക്കുന്നത് ഈ SIR-ഉം തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാരുടെ സഹായത്തോടു കൂടിയാണ്. അതിൻ്റെ ഊന്നുവടി ഉപയോഗിച്ചുകൊണ്ടാണ് അവർ അധികാരത്തിൽ വന്നിരിക്കുന്നത്. അപ്പോൾ കേരളം അവർക്കൊരു ബാലികേറാമല ആയിരിക്കുന്നത് കൊണ്ട് തന്നെ SIR-ൻ്റെ അതിനെ ദുരുപയോഗം ചെയ്തുകൊണ്ട് അവരധികാരത്തിൽ വരാൻ ഉള്ള എല്ലാ ശ്രമങ്ങളും നടത്തുകയും ഇവിടുത്തെ ജനാധിപത്യ മതേതര പാർട്ടികൾ പരസ്പരം വിവിധ മുന്നണികളായിട്ട് മത്സരിക്കുന്നവരാണെങ്കിലും ഇത് വളരെ ഗൗരവത്തോടു കൂടി കണ്ണിൽ എണ്ണയൊഴിച്ച് സൂക്ഷിക്കേണ്ട ഒരു പ്രശ്നമുണ്ട്. ഇയങ്കോട് ശ്രീധരൻ്റെ വളരെ പ്രസിദ്ധമായൊരു കവിതയുണ്ട്. കാവിയുടുത്തു കുറി തൊട്ട് കാട്ടാള നാവിനാൽ വാളിൻ്റെ ഭാഷയുമായി നരകവാതിലിൽ ഇരുന്നത് അവർ മാടി വിളിപ്പു
എന്ന് ഇയ്യങ്കോട് ശ്രീധരൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു നരകവാതിലിൻ്റെ പടിയിലിരുന്നിട്ടാണ് ഞങ്ങൾക്കൊരവസരം തരൂ. അരുന്ധതി റോയ് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, തീ ചെന്ന് വിറകിനോട് ഒരു അവസരം ചോദിച്ചു, ഞങ്ങൾക്കൊരവസരം തരൂ എന്ന് പറയുന്നത്. ആ തീയ്ക്കൊരവസരം കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും എന്ന് പറയുന്ന ഒരു സ്ഥിതിയുണ്ട്. അപ്പോൾ SIR എന്ന് പറയുന്നത്, SIR 2002 കേരളത്തിൽ നടപ്പാക്കിയത് ഞാനൊക്കെ 2002 വോട്ട് ചെയ്തതാണ്. നമ്മൾ ഒരു ഫോമും ഫില്ല് ചെയ്ത് കൊടുത്തിട്ടില്ല. ഒരാളും ഈ 2002 വോട്ട് ചെയ്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു പ്രക്രിയ ഉണ്ടായില്ല. സാധാരണ രൂപത്തിൽ നമ്മൾ അത് ഒരു ക്ലറിക്കൽ ഇതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്തൊരു കാര്യമായിരിക്കും. നമുക്ക് അങ്ങനെ ഒരു പ്രക്രിയ പോലും ഉണ്ടായി എന്നുള്ളത് 2025 ഈ SIRനെ കുറിച്ച് കേൾക്കുമ്പോഴാണ് അന്നത്തെ വോട്ടർ പട്ടികയുടെ കാര്യം നമ്മൾ അറിയുന്നത്. ഒന്നും പൂരിപ്പിച്ചു കൊടുത്തിട്ടില്ല പുതിയ രൂപത്തിലേക്ക്. അപ്പോൾ ഇതിൽ പൗരത്വ നിയമം കൂടിയായിട്ട് വരികയാണ്. SIR പ്രഖ്യാപിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ ജ്ഞാനേഷ് കുമാർ എന്ന് പറയുന്ന മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തന്നെ BJP സർക്കാർ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ സുപ്രീം കോടതി വിധിയെ ധിക്കരിച്ചിട്ട് തെരഞ്ഞെടുപ്പ് വ്യാഖ്യാനം വന്നപ്പോൾ മാർച്ച് 14 തന്നെ സുപ്രീം കോടതി കേസ് എടുക്കാൻ നിൽക്കുന്നതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ നിയമനം നടത്തുകയാണ് ചെയ്തത്. അങ്ങനെ മിഡ് നൈറ്റ് ഡിസിഷൻ എന്ന് രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ് ഈ പ്രഖ്യാപനത്തെ വന്നത്. അതിനുശേഷം ഇദ്ദേഹം SIR നടപ്പാക്കി കഴിഞ്ഞ ഉടനെ തന്നെ നോയിഡയിൽ അദ്ദേഹത്തിൻ്റെ മകളെയും സഹൻപൂർ എന്ന് പറയുന്ന സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ മരുമകനെയും ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റുമാരായിട്ട് കേന്ദ്ര സർക്കാർ നിയമിച്ചു. അപ്പം തന്നെ പ്രതിഫലം കിട്ടി. പല ആളുകൾക്കൊക്കെ വേറെ പ്രതിഫലമാണ്, ഇദ്ദേഹത്തിന് അപ്പം തന്നെ കിട്ടി. അതിൻ്റെ ഫലമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ സ്വാഭാവികമായി നമ്മളൊക്കെ സാക്ഷരരാണ്, പ്രബുദ്ധരാണ്, നമുക്ക് പ്രശ്നമൊന്നുമില്ല, ഇവിടെ വോട്ടർ പെട്ടിയൊന്നും പണ്ട് പോലെയൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നത് യാഥാർത്ഥ്യമായിരിക്കുമ്പോൾ അതിൽ നമ്മൾ വിജിലൻ്റ് ആയിരിക്കുമ്പോൾ തന്നെ ഈ നമുക്ക് പരിചയമല്ലാത്ത തരത്തിലുള്ള വോട്ട് റിഗ്ഗിങ്ങിൻ്റെ പുതിയ രൂപത്തിലുള്ള പദ്ധതികൾ ഫാസിസ്റ്റുകളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ ആ മെത്തേഡുകൾ അവർ അവലംബിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് ഈ ഏപ്രിൽ 9 അത് കഴിഞ്ഞ് മെയ് 4 വോട്ടെണ്ണുന്ന വരെ, വോട്ടെണ്ണി കഴിയുമ്പോൾ പോലും സമാധാനത്തോടെ ഉറങ്ങാതിരിക്കുന്ന ജാഗ്രത നമുക്ക് പാലിച്ചില്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തീ വിറകിനോട് ഒരു അവസരം ചോദിച്ച് ഒട്ടകത്തിന് കാല് വയ്ക്കാൻ അവസരം കൊടുക്കുന്നൊരു സ്ഥിതി പോലെ ആയിരിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രശ്നമുണ്ട്. ചില ആളുകളിപ്പോൾ പല ആളുകളോടും ഇടതുമുന്നണിയോട് പല വിമർശനം ഉണ്ടാവും, കോൺഗ്രസിനോട് പലതരത്തിലുള്ള വിമർശനങ്ങളുണ്ടാവും. ഈസോപ്പ് കഥകളിൽ ഈ കുതിരയും മാനെന്ന് പറഞ്ഞൊരു കഥയുണ്ട്. കുതിരയ്ക്ക് മാനിനെ വെട്ടിക്കണം എന്നൊരു തോന്നലുണ്ടായി. അപ്പോൾ കുതിരയ്ക്ക് മാനിനെ വെട്ടിക്കണം എന്ന് തോന്നലുണ്ടായി കഴിഞ്ഞപ്പോൾ എങ്ങനെ വെട്ടിക്കാൻ പറ്റും? എപ്പോഴും മാൻ കുതിച്ചു പോകും, കുതിരയ്ക്ക് അതിനും എത്താൻ പറ്റില്ല. അപ്പോൾ ഒരു മനുഷ്യനെ കണ്ടു കഴിഞ്ഞപ്പോൾ മനുഷ്യൻ പറഞ്ഞു, ഞാൻ സഹായിക്കാം, പക്ഷെ ഞാൻ പറയുന്ന ചില കാര്യങ്ങൾ നീ ചെയ്തു തരണം. ഒരു കടിഞ്ഞാണ്ടിടാൻ സമ്മതിക്കണം, ജീനി ഇടണം. അങ്ങനെ പരിശീലിപ്പിച്ചു, മാനിനെ വെട്ടിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഇതൊന്നും അഴിച്ചു തരാൻ പറഞ്ഞപ്പോൾ കുതിര പറഞ്ഞു അതവിടെ, മനുഷ്യൻ പറഞ്ഞു അതവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞ് അത് കീഴടക്കിയതുപോലെ നമ്മുടെ ഒരു സെക്കുലർ ഫാബ്രിക് ിലേക്ക് കടന്നു കയറാൻ വേണ്ടിയാണ് ഈ സമ്പന്ന മുതലാളിമാർ. അത് രാഷ്ട്രീയത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പാരമ്പര്യമോ ഒന്നുമില്ല, കച്ചവടക്കണ്ണ് മാത്രമുള്ള രാഷ്ട്രീയ നേതൃത്വങ്ങളുടെ നേതൃസ്ഥാനത്തെ അലങ്കരിച്ചുകൊണ്ട് നമ്മുടെ ഒരു രാഷ്ട്രീയ പാരമ്പര്യത്തെ തന്നെ അട്ടിമറിക്കാൻ വേണ്ടിയുള്ള ആസൂത്രിതമായ നീക്കങ്ങൾ. അപ്പോൾ ഈ SIR അത് കണക്കിലെ കളിയല്ലേ, നമ്മളൊന്ന് പരിശോധിച്ചു അപ്പോൾ നമ്മുടെയൊക്കെ വോട്ടുണ്ട് എന്ന് പറയൽ മാത്രമല്ല, ഈ അപകടം ജാഗ്രതയോടുകൂടി നമ്മൾ നോക്കേണ്ട ഒന്നാണ് കേരള തെരഞ്ഞെടുപ്പ്. അപ്പോൾ അതിൽ ഫാസിസ്റ്റുകൾക്കെതിരായിട്ടുള്ള ഒരു പല കാര്യങ്ങളിലും വിയോജിപ്പുകൾ വിവിധ മുന്നണികളായി നിലനിൽക്കുമ്പോഴും ഫാസിസ്റ്റുകൾക്ക് കാലുകുത്താനുള്ള ഇടം കൊടുക്കാതെ ഇരിക്കുക എന്നുള്ളത് നമ്മുടെ ജാഗ്രതയാണ്. രണ്ടാം ലോകയുദ്ധം കഴിഞ്ഞപ്പോൾ നാസി തടവറയിലെ ലിലിയാന സെഗ്രെ എന്ന് പറയുന്നൊരു 13 വയസ്സുള്ളൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ലിലിയാന സെഗ്രെ, അവരെ അച്ഛനും അമ്മയും സഹോദരങ്ങളൊക്കെ തന്നെ ഗ്യാസ് ചേമ്പറിൽ കൊല ചെയ്യപ്പെട്ടു. ഈ പെൺകുട്ടി എങ്ങനെയോ രക്ഷപ്പെട്ടു, ഈ 13 വയസ്സുള്ള ലിലിയാന സെഗ്രെ. അതിനുശേഷം ഫാസിസൊക്കെ അവസാനിച്ച് അവർ പ്രായപൂർത്തി വന്നു കഴിഞ്ഞപ്പോൾ അവരെ അവിടുത്തെ സെനറ്റർ പോലെ, നമ്മുടെ MP പോലുള്ളൊരു പോസ്റ്റിലേക്ക് അവരെ നോമിനേറ്റ് ചെയ്തു. എന്നിട്ട് അന്നത്തെ ഭരണാധികാരി ഗ്യാസ് ചേമ്പറുകളിലേക്ക് കൊണ്ടുപോകുന്ന മനിലയിലെ 21ാം പ്ലാറ്റ്ഫോമിലായിരുന്നു. ആ 21ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് ഇവരെയും കൊണ്ടുപോയി പ്രധാനമന്ത്രി. എന്നിട്ട് ചോദിച്ചു, ഇവിടെ നിങ്ങളുടെ മക്കളും അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരന്മാരെല്ലാം നഷ്ടപ്പെട്ടത്, എല്ലാ ആളുകളെയും ആ 21ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നിന്നാണ് കൊണ്ടുപോയത്. അപ്പോൾ ഇതിന് ഒരു പേരിടുന്നത് താങ്കൾ നിശ്ചയിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ലിലിയാന സെഗ്ര എന്ന് പറയുന്ന പെൺകുട്ടി, അപ്പോൾ അവർ ഓർത്ത് കുറച്ച് നേരം കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു, ഇൻഡിഫറൻസസ്
ഇതിന് പേരിടണം എന്ന് പറഞ്ഞു. ഇൻഡിഫറൻസസ് എന്നതിന് പേരിടണം. വ്യത്യസ്തതകൾ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും സോഷ്യൽ ഡെമോക്രാറ്റുകളും തമ്മിൽ പരസ്പരം മത്സരിച്ച് അങ്ങനെയാണ് നാസികൾക്കും ഫാസിസ്റ്റുകൾക്കും ഇറ്റലിയിലും ജർമ്മനിയിലും ഒക്കെ അധികാരത്തിൽ വരാൻ കഴിഞ്ഞത്. അതുകൊണ്ട് ആ ഒരു അവസരം നമ്മുടെ വ്യത്യസ്തതകളെയാണ് ഫാസിസത്തിനുള്ള മണ്ണൊരുക്കിയത്. അപ്പോൾ ആ ചരിത്ര പാഠമുണ്ടാകണം എന്ന് പറഞ്ഞിട്ടാണ് അവർ അന്ന് ഇൻഡിഫറൻസസ് എന്ന് പറയുന്ന ഒരു പേര് ലിലിയാന സെക്രി എന്ന് പറയുന്ന സ്ത്രീ കൊടുത്തത്. ആ ചരിത്രത്തിൻ്റെ ഒരു പാഠം നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ സ്വാഭാവിക കേരളത്തിൻ്റെ സവിശേഷതയുമായി ബന്ധപ്പെട്ട് ഇന്ത്യ മുന്നണിയിൽപ്പെട്ട ഘടകകക്ഷികളാണെങ്കിൽ പോലും കേരളത്തിൻ്റെ സവിശേഷ സാഹചര്യമായി രണ്ട് മുന്നണികളാണ് മത്സരിക്കുന്നത്. പക്ഷേ രാജ്യത്തിൻ്റെ താല്പര്യം പ്രഥമമാകുകയും ഫാസിസ്റ്റുകൾക്ക് നമ്മുടെ കേരളത്തിൻ്റെ മണ്ണിൽ ഒരു അസംബ്ലി മണ്ഡലത്തിൽ പോലും കാലുകുത്താനുള്ള അവസരം കൊടുക്കാതിരിക്കുക എന്നുള്ളത് ജനാധിപത്യ മതേതര ശക്തികളുടെ ഉത്തരവാദിത്തമാണ് എന്ന് പറയുന്ന ബോധ്യം ഏപ്രിൽ 9 പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ ഓരോ കേരളീയൻ്റെയും, ഓരോ ജനാധിപത്യ വിശ്വാസിയുടെയും, ഓരോ മതേതരവാദിയുടെയും മനസ്സിലുണ്ടായിരിക്കണം. ആ ജാഗ്രത നമ്മൾ കൈവിടാൻ പാടില്ല എന്നുള്ളത്. അത് ചരിത്രത്തോട് നമുക്ക് കാണിക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ് എന്ന് പറയുന്നൊരു ബോധ്യം ഉണ്ടാകേണ്ടതുണ്ട്